നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ജോലി തേടി വിദേശത്ത് പോയവർ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വ്യാപകമായി വന്നപ്പോൾ അത് അന്നത്തെ നാടിൻ്റെ മാറ്റത്തിന് വലിയ സഹായകമായി. കാരണം ഓരോ പ്രവാസി സഹോദരനും കുടുംബത്തിലേക്ക് അയക്കുന്ന കാശ് ആ കുടുംബത്തിൽ ഭദ്രമായി സൂക്ഷിക്കുകയല്ല ചെയ്യുക. പല ആവശ്യങ്ങൾക്കായി അത് ഉപയോഗിക്കും. ആ പണം നാട്ടിൽ വ്യാപരിക്കും. നമ്മുടെ നാടിൻ്റെ പൊതുവിലുള്ള കഞ്ഞികൊടി മുട്ടാതിരിക്കാൻ പ്രവാസി സഹോദരങ്ങൾ അയക്കുന്ന പണം വലിയ സഹായകമായി. അത് നാടിൻ്റെ വികസനത്തിന് വഴിവെച്ചു. പ്രവാസ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ആദ്യകാലത്ത് പ്രവാസികളിൽ ഭൂരിഭാഗവും കഠിനമായ മനുഷ്യാധ്വാനം ചെയ്യാൻ വേണ്ടി വന്നവരായിരുന്നു. തോട്ടങ്ങളിൽ പോയവരാദ്യമുണ്ട്, കൺസ്ട്രക്ഷൻ രംഗത്ത് വ്യാപരിച്ചവരുണ്ട്. അങ്ങനെയുള്ള കഠിനമായ മനുഷ്യാധ്വാനം ചെയ്യാനെത്തിയവരായിരുന്നു. കാരണം അന്നത്തെ നമ്മുടെ സമൂഹം വലിയ തോതിൽ വിദ്യാഭ്യാസം നേടിയവരായിരുന്നില്ല. എന്നാൽ അതിലും മാറ്റം വന്നു. 1957 ഗവൺമെന്റ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകി. അതിന്റെ ഭാഗമായി ഏതു കുട്ടിക്കും നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുണ്ടെന്ന നില വന്നു. സ്കൂളുകളും തുറന്നു കോളേജുകളും നല്ല രീതിയിൽ സ്ഥാപിക്കപ്പെട്ടു. ഏതൊരു കുട്ടിയും, പാവപ്പെട്ട കുടുംബത്തിലെ ഏതൊരു കുട്ടിയും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടായി. അത് പഠനത്തിനുള്ള ഫീസ് ഒഴിവാക്കിയത് വലിയ പിന്തുണയായി മാറി. ഇത് നാടിനാകെ ഉണ്ടാക്കിയ മാറ്റമുണ്ട്, പ്രവാസ ജീവിതത്തിലും ഉണ്ടാക്കിയ മാറ്റമുണ്ട്. നിങ്ങളെല്ലാം ആ മാറ്റത്തിന്റെ ഭാഗമായി പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മലയാളി സഹോദരങ്ങൾ അതത് രാജ്യങ്ങളിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കാണാം. ചിലർ അക്കാദമിഷ്യരാകാം, ചിലർ ശാസ്ത്രജ്ഞരാകാം, ചിലർ ഉയർന്ന സാങ്കേതിക സ്ഥാപനങ്ങളിലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരാകാം, ചിലര് ഭരണരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരാകാം. ഇങ്ങനെ ഏത് മേഖലയെടുത്താലും അവിടങ്ങളിലെല്ലാം ധാരാളം പ്രതിഭകളെ മലയാളികൾ എന്ന നിലക്ക് കാണാൻ നമുക്ക് കഴിയും. ഈ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിന്റെ ഫലമായി ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്
ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലുണ്ടായെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ അതിന് തുടർച്ചയുണ്ടായില്ല. തുടർച്ച എന്നത് കേവലമായ തുടർച്ചയല്ല, കാലാനുസൃതമായ മാറ്റം ഓരോ രംഗത്തും ഉണ്ടാവണം. ആ കാലാനുസൃതമായ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരുന്നതാണ് നിങ്ങളെ, പ്രവാസി സഹോദരങ്ങളെ 10 വർഷം മുൻപ് വല്ലാതെ വേദനിപ്പിച്ചത്.